ഇന്ന് എന്താ ചേട്ടൻ നമ്മുടെ പരിപാടി ഒക്കെ അറിയില്ല കേട്ടോ. ചേട്ടൻ പറഞ്ഞ കാര്യം അതേ ചേട്ടൻ അവിടെ ഏതൊരു ആമ്പിള്ളേരോട് സംസാരിച്ചിട്ടുണ്ട്. എക്സൈറ്റ്മെന്റ് ഇല്ലേ? ടാറ്റ ബൈ ബൈ. നോക്ക് മോനെ, ആരാണ് വരുന്നത്? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എന്താ ചേട്ടാ നമ്മുടെ പരിപാടി? എന്താണോ നമ്മൾ ഇന്ന് ഐഫോൺ 16 പ്രോ മാക്സ് എടുക്കാൻ വേണ്ടി പോവാട്ടെ. പ്രൊമാക്സ് അല്ലേ? പ്രൊമാക്സ് എടുക്കാൻ വേണ്ടി പോകുവാണ് നമ്മള്. ആർക്ക്? എനിക്ക് കാരണമില്ലേ, എൻ്റെ കയ്യിൽ 12 പ്രോ മാക്സ് ആട്ടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 16 ഇറങ്ങി. ഇത്രയും വർഷം ഞാൻ യൂസ് ചെയ്ത ആ ഫോൺ അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സമയമായെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടെ. ഞാൻ ഇന്ന് എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് അല്ലേ. ഇന്ന് ഫുൾ പരിപാടികൾ. ചേട്ടനുണ്ട്, ഇനി നമ്മൾ അമ്മൂനെ പിക്ക് ചെയ്യും, അനന്തൂനെ പിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെ വഴിയിൽ എല്ലാവരെയും പിക്ക് ചെയ്തോണ്ട് നമ്മളൊരു കൂട്ടമായിട്ടാണ് നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ പോയാലോ? So guys, let's jump into the video. നോക്ക് മോനെ, ആരാണ് വരുന്നേന്ന്? ഹലോ പോണ്ടേ ആ വാ പോമ്പോ. നമ്മുടെ അടുത്ത പ്ലാനില്ലേ അമ്മൂനെ പിക്ക് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അവള് ഭയങ്കര ഹാപ്പി എക്സൈറ്റഡ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ട് പോയത് എപ്പോഴെന്നെ വിളിക്കാൻ പന്നെ എന്നുള്ളത്. അപ്പൊ നമ്മൾ അമ്മൂനെ അവളുടെ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ ആൾ ഓൾറെഡി ഇപ്പൊ KR ബേക്കറി കയറി ഇരിപ്പുണ്ട്, ഫുഡും പപ്സും ഒക്കെ കഴിച്ചോണ്ട്. അപ്പൊ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാ. അവൾക്ക് അറിയില്ല കേട്ടോ ചേട്ടൻ പറഞ്ഞ കാര്യം. പക്കാ സർപ്രൈസ് ആണ്. ഞാനും അനന്തും കൂടി വന്ന് വിളിക്കൂന്ന് അവളോട് പറഞ്ഞത്. അപ്പൊ ചേട്ടനെയും കൂടി കാണുമ്പോൾ ഡബിൾ ഹാപ്പി ആവും. അപ്പോൾ നമുക്ക് 4 പേർക്കും കൂടി അങ്ങനെ നമുക്ക് ഫോണൊക്കെ പോയി എടുക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം എത്ര വർഷത്തിന് ശേഷം ഞാൻ ഫോൺ മാറ്റണമെന്ന് അറിയാമോ? സിനിമാറ്റിക് മോഡൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടും കൂടി ഇല്ലെന്നുള്ള സത്യം. എനിക്കൊന്ന് ഒരു പ്രാവശ്യം ഞാൻ ആരുടെ ഫോണിൽ കണ്ടല്ലാണ്ട് ഞാൻ എൻ്റെ ആയിട്ടുള്ള ഫോണിൽ ഇങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ശരിക്കും എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഈ ഫോൺ എടുക്കാൻ പോണു. അതേ ചേട്ടാ അവിടെ ഏതൊരു ആമ്പിള്ളേരോട് സംസാരിച്ചിട്ടുണ്ട്. ഓളുടെ ഫ്രണ്ടിനെ കണ്ടാട്ടോ. ദേ നമ്മളെയും കാത്ത ഒരാള് നിക്കണം നോക്കിയ ഇവിടെ. എങ്ങോട്ട് കയറ്റി ഒതുക്കാൻ? ഹായ് ടാറ്റ ബൈ ബൈ. അമ്മു എന്നുണ്ട് കേട്ടാ. അവളെയും പിക്ക് ചെയ്ത് നമുക്ക് പോകാം. ആള് ചേട്ടനെ കാണുമ്പോ ശരിക്കും സർപ്രൈസ് ആകട്ടെ. കാരണം ചേട്ടൻ ഇത്ര നേരം സെപ്പറേറ്റ് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. നോക്ക്, ഡോർ തുറക്കാൻ നോക്കണം. ഹലോ, നോക്കി ആരാന്ന്? സർപ്രൈസ് ആയില്ലേ? പറഞ്ഞതാ വല്ലപ്പോ വരില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കോളം തികഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മൂനെയും കൂടി കൂട്ടി നമ്മളെല്ലാരും കൂടി പോയി ഐഫോൺ എടുക്കാൻ വേണ്ടി പോകുവാണ്. 4 വർഷത്തിന് ശേഷം ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോണട്ടാ. നമ്മള് 4 പേരും കൂടി എവിടാ? ചായ കുടിക്കാൻ വന്നേ. അടിപൊളി. നമ്മൾ ഐഫോൺ എടുക്കാൻ വേണ്ടി പോവാണ്. ചായക്കടയിൽ ഐഫോൺ ഫോബിയാസിലാട്ടോ പോണം. അപ്പുറത്താണ്. പോയാലപ്പോ നമുക്ക് നിങ്ങക്ക് സന്തോഷം ഉണ്ടോ? എക്സൈറ്റ്മെന്റ് ഇല്ലേ? ചെല്ലട്ടേട്ടാ. അപ്പൊ ഞങ്ങള് ഭയം. ഇതാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോണ ഫോൺ. എന്ത് കളറാണ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്തിട്ട് പറയാം അല്ലേ. എന്തേ പ്രൊമാക്സ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ അല്ലേ? പ്രൊമാക്സ് കൊള്ളാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എനിക്ക് തോന്നുന്നു 4 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഐഫോൺ എടുക്കണം. 12 പ്രോ മാക്സ് ആട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കണം. അപ്പം ഞാൻ ഈ 12 പ്രോ മാക്സ് വിൽക്കാൻ വേണ്ടി പോവാണ്. വന്നേ ഞാൻ അമ്മുവിനോട് പറഞ്ഞായിരുന്നേ, എനിക്ക് 16 പ്രോ എടുക്കാൻ നേരത്ത് അമ്മു ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും 27,000 വിറ്റാ കിട്ടുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ചു നേരം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു 40,000 കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഫോൺ വിൽക്കാൻ പോവാം. ഇല്ല വിൽക്കട്ടെ? ഫോൺ വിൽക്കട്ടെ? നോക്കി ആലോചിക്കണം കേട്ടോ. കവറൊക്കെ മേടിച്ചു വെച്ചേക്കാ ഫോണിന്. ഇനി ഫോൺ വിൽക്കുകയാണെങ്കിൽ എൻ്റെ കേസിൻ്റെ പൈസയും കൂടി തരണം അല്ലേ? ശരി ചെയ്യാനാ.
പക്ഷെ എനിക്ക് ഇത് ഒരു ഹാപ്പിനെസ് ആട്ടോ. അതെന്തു ചേട്ടാ കൊറേ നാൾക്ക് ശേഷം അമ്മു നാത്തൂന് ഫോൺ സമ്മാനിച്ചപ്പോൾ നാത്തൂനോ ചേട്ടത്തി അമ്മ ഏട്ടാ, ഞാനാണ് നാത്തൂൻ. സെറ്റ് സെറ്റ്. അങ്ങനെ നമുക്ക് ഫോണൊക്കെ കിട്ടിയിട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. കാരണം ഇങ്ങനെ കാണാൻ തോന്നുന്നുണ്ട് ഫോൺ. ഇത്രയും ദിവസം ഞാനിരുന്ന അൺബോക്സിങ് വീഡിയോസും അതുപോലെ റിവ്യൂ വീഡിയോസും ക്യാമറ ക്വാളിറ്റിയും ഇതെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ശരിക്കും അതൊന്ന് ഫീൽ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അനന്തേ, തുറന്നു കാണാൻ ആഗ്രഹമുണ്ടോ? എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? എനിക്കും ഉണ്ട് എക്സൈറ്റ്മെന്റ് കാണാൻ. അങ്ങനെ ഒഫീഷ്യലി അപ്ഗ്രേഡഡ് ടു 16 Pro Max കേട്ടോ. സത്യം പറയാലോ പിള്ളേരെ, നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ കൊണ്ടാട്ടോ ഇതിപ്പം മേടിക്കാനായിട്ട് പറ്റിയ. ഞാൻ എപ്പോഴും പറയണതാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വ്യൂവേഴ്സ് അടിപൊളിയാണ്, നിങ്ങൾ കാരണമാണ് ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയ. എനിക്ക് തോന്നുന്ന ഒരു 3 വർഷം മുന്നേ ഉള്ള ഞാനാണെങ്കിൽ ഇത്രയും റേറ്റിൻ്റെ ഫോണൊന്നും എനിക്ക് ചിന്തിക്കാനേ വയ്യട്ടോ. ഞാൻ ഫസ്റ്റ് ഫോൺ എടുത്ത് ഓർക്കേണ്ടത്, എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി ബാലൻസ് ഇല്ല, 6000 രൂപയായിരുന്നു എൻ്റെ അന്നത്തെ അക്കൗണ്ടിൽ. അങ്ങനെ അതുകൊണ്ടിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളെ സ്നേഹിക്കണോണ്ട് മാത്രമാണ് ഈ ഫോൺ എടുക്കാൻ പറ്റിയത്. പിന്നെ ദേ എൻ്റെ ഈ പിള്ളേരുടെ സപ്പോർട്ട് എൻ്റെ എല്ലാ വീഡിയോയിലും വരും. ഇതുപോലെ ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കും. ബ്രോ എന്താ പേരെന്താ? താങ്ക് യു ദിൽഷാദ്. ദിൽഷാദിൻ്റെ ഈ നാട്ടെ ഫോൺ മേടിച്ചേക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിൽഷാദിനെ പിടിച്ചോളാം. താങ്ക് യു. അപ്പോൾ പിന്നെ കാർത്തിക്കും ഷസാമിനും എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. അവർ വിളിച്ച് പറഞ്ഞ ഐഫോൺ ഫോബിയയിൽ ഞാൻ വരുന്നുണ്ട്, ഡിസ്കൗണ്ട് ഒക്കെ തന്നെ പറഞ്ഞ് നല്ല ഡിസ്കൗണ്ട് തന്നോട്ടെ ഇവര്. അപ്പൊ അങ്ങനെ ഒഫീഷ്യലി എനിക്ക് ഫോൺ കൈ കിട്ടി. എൻ്റെ എന്ന് പറയാനാണ് എന്തു നമുക്ക് ഞങ്ങളുടെ ഫോൺ കിട്ടിയേ. അതെ, ഞങ്ങളുടെ ഫോൺ തുറക്കും. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ബാക്കി അൺബോക്സ് ചെയ്ത് ബാക്കി ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയണ്ടേ എന്ത് കളറാണ് ഞാൻ എടുത്തത്, അതുപോലെ എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ നോക്കണ്ടേ. എനിക്ക് മെയിനായിട്ട് നോക്കേണ്ട സ്റ്റിക്കർ ഉണ്ടോ നാട്ടെ ആപ്പിളിൻ്റെ. അപ്പൊ എല്ലാം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. പിള്ളേരെ ചിരിച്ചൊക്കെ നിങ്ങൾക്ക് നമ്മളെന്തായാലും ഐഫോണൊക്കെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എന്താ പരിപാടി? കവർ എടുക്കണം കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ജിൽ കവറൊന്നും വേണം, പക്ഷെ ഇവർക്ക് എനിക്ക് ജില്ലൊക്കെ വേണം, നല്ല തിളങ്ങണം, മിന്നണം, അങ്ങനത്തെ കവറൊക്കെ വേണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള എന്തെങ്കിലും നോക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് മാറും കേട്ടോ. മിക്കവാറും കുറേ കളക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലേ അമ്മു? നിനക്ക് നോക്കണോ കവറ്? ഞാൻ ഇപ്പൊ തന്നെ രണ്ടെണ്ണം. അല്ല, നിനക്ക് എന്തിനാ കവറ്? ഞാൻ ഫോൺ കൊടുത്തില്ലേ? ഓക്കെ ബൈ. അമ്മൂന് ഞാൻ ഇന്നലെ മുതൽ ഭീഷണിപ്പെടുത്തണേട്ടാ, ഞാൻ ഫോൺ വിറ്റുകളയും ഫ്ലിപ്കാർട്ട് ആമസോണും മാറിയാ ബുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. കവർ കിട്ടുമെന്നും പറഞ്ഞിട്ട് ഈ ലോകം മുഴുവൻ നടത്തിക്കണുണ്ട് കേട്ടോ. മറൈൻ ഡ്രൈവിന്റെ ഉള്ളിൽ കൂടി, മറൈൻ ഡ്രൈവ് അല്ലല്ലോ എന്തെന്ന് പറയാ അല്ലേ, അത് തന്നെ മറൈൻ ഡ്രൈവിന്റെ ഇവിടെ കൂടി ആട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഷോപ്പിൽ നല്ല കവർ കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാം. ഫോൺ കവർ നോക്കാനായിട്ട് അമ്മ ഒരു മിക്കി മൗസിന്റെ സാമ്രാജ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്കി ഡ്രസ്സും ഇതൊക്കെ കണ്ടപ്പോ മനസ്സിലായില്ലേ ഇവളുടെ വൈബ് ഇതാട്ടാ. കുറെ മിക്കി മൗസും മിനി മൗസും കിറ്റി അല്ലേ, ഹലോ കിറ്റിയൊക്കെ ഇരിപ്പുണ്ടോ നോക്കാം. എനിക്ക് ഈ ക്രീം കളറുള്ള ഈ ഒരു കവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ ഭയങ്കര ഫാൻസി കവറുകളാട്ടോ നോക്കണം, ഭയങ്കര പിങ്ക് യെല്ലോ ഒക്കെ നോക്കണം. പക്ഷെ എനിക്ക് ഈ കവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ ഏതാ നോക്കണേ? മിക്കി മൗസ് ആണോ? ഇവിടെ ഇല്ല. 12 Pro Max ഇല്ലേ? സാംസങ് മേടിച്ചപ്പോഴും പാവത്തിന്റെ ഗതി ഇത് തന്നെയായിരുന്നു കേട്ടോ, കവർ കിട്ടൂലായിരുന്നു. 16 Pro Maxന്റെ കവർ ഉണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ഷോപ്പിൽ വന്നേക്കും കേട്ടോ 16 Pro Maxന്റെ കവർ നോക്കാൻ. അതിനിടയ്ക്ക് ഒരു 12 Pro Max കൂടി വന്നിട്ടുണ്ട്. നോക്കാട്ടോ, അവക്കും കവർ നോക്കാം. ഇങ്ങനത്തെ ഉള്ളു. അറ്റ് ലാസ്റ്റ് ആറ്റുനോറ്റ് മോഹിച്ചൊരു കവർ കിട്ടി അമ്മൂന്. എൻ്റെ 3ാമത്തെ കവർ. ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല കേട്ടോ, അതിന് മുന്നേ തന്നെ ഇല്ലേ കവറൊക്കെ മേടിച്ച് സെറ്റാക്കി എന്നുള്ളതാണ്. ഫോൺ ഇട്ടോ വേണമെങ്കിൽ ഇപ്പൊ കിട്ടിയോ? ഏതാണ്ടൊക്കെ ഇല്ലേ സ്വന്തമായ പോലെ കേട്ടോ ഫോൺ. പാവല്ലേ, ചിരിച്ചു പഴക്കണോക്കി അമ്മു. ദിശ പട്ടാനി ആട്ടെ, ഞാൻ ഒരു ഇൻസ്പിറേഷൻ ഇട്ടേക്കണേ. അത് ലാസ്റ്റ് ആയിട്ട് കണ്ടോ? ഇനി ആതിര പട്ടാനി ആയിരിക്കും. സെറ്റല്ലേ? ഓക്കെ അല്ലേ?
നമ്മളിവിടെ മറൈൻ ഡ്രൈവ് അടുത്തുനിന്ന് തന്നെ ഫോൺ എടുത്തോണ്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ബ്ലൂ മേടിച്ചു, ഒരു ഐവറി ഷെയ്ഡ് മേടിച്ചു, ഒരു സ്ക്രീൻ ഗാർഡും മേടിച്ചു. ഉടനെ വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കാൻ വേണ്ടി. എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇരിക്കാൻ പറ്റില്ല, ഫോൺ കാണാൻ കൊതിയാ എനിക്കും. ഞാനും മേടിച്ചല്ലോ. അമ്മു നല്ല പരക്കെ നടന്ന 12 Pro Maxന്റെ കവർ നോക്കി കിടക്കണ്ടേ. നമുക്ക് കിട്ടിയിട്ട കുറെ ഓപ്ഷൻസ്. ഇതേ കിട്ടിയില്ലല്ലേ നിനക്ക്? ബാക്കി ആമസോണിൽ ഓർഡർ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പോകാം, നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം കേട്ടോ. ബയോ. അങ്ങനെ നമ്മളിതേ ഐഫോണൊക്കെ ആയിട്ട് എല്ലാരും കൂടി ഇരിക്കാട്ടെ. അതെ അമ്മയുണ്ട്, ഹൈ പറ. വെല്ലിയുണ്ട്. അയ്യോ ശോകം, ഹായ്. സങ്കടം വന്നെ എനിക്ക് ഹായ് കണ്ടിട്ട്. ഹായ്. അപ്പൊ ദേ ഞങ്ങള് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഞാൻ ഫോൺ മേടിച്ചതാട്ടോ, നിങ്ങൾ കണ്ടില്ല ഞാൻ മേടിച്ചതൊക്കെ. അപ്പൊ എന്താ എല്ലാവർക്കും എന്താ പറയാനുള്ള ആദ്യം? അമ്മ എന്താ പറയാനുള്ള? അമ്മക്ക് സന്തോഷം ഉണ്ടോ? അമ്മക്ക് എന്ത് നിന്റെ ഉള്ളിൽ നിന്ന് അറിയോ? അതങ്ങനെ വെല്ലി. അപ്പൊ ഞാൻ ദേ വെല്ലിക്ക് ഫോൺ അൺബോക്സ് ചെയ്യാൻ കൊടുക്കുക കേട്ടോ. കാരണം ആരെക്കാളും ഇവിടെ വെല്ലിയാണ് ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള ആള്. കാരണം ഞാൻ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ എപ്പോഴും പറയണതാണ്, എനിക്ക് ക്യാമറയും ലാപ്ടോപ്പും എല്ലാവിധ ഗാഡ്ജറ്റ്സും എനിക്ക് വെല്ലി സപ്പോർട്ട് കൂടിയാണ് കേട്ടോ എനിക്ക് മേടിച്ച് തന്നിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം, വലിയ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം, എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞ് വലിയ പയ്യൻ എന്താ മേടിച്ചിട്ടാന്നുള്ള രീതിയിൽ ആ ഒരു ഫസ്റ്റ് സപ്പോർട്ട് തന്ന വെല്ലിയാണ്. അപ്പോൾ വെല്ലി തന്നെയാണ് അത് അൺബോക്സ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ട്രിപ്പ് വെല്ലി ഉറക്കണേ. അപ്പോൾ തുടങ്ങാം. ദേ ബായോ. വെല്ലി ഇങ്ങോട്ട് കാണിക്കും, ക്യാമറ കാണിക്കും. ആ പോട്ടെ പോട്ടെ. ഭയങ്കര സന്തോഷം തോന്നണട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ, അതായത് ഞാൻ LLB ഒക്കെ എൻട്രൻസ് ഒക്കെ എഴുതിയിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണ സമയത്ത് ഞാൻ അനന്തുവിനോട് പറഞ്ഞോട്ടെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുവാണ്, നമുക്കത് സക്സസ്ഫുൾ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നെ ആദ്യം കളിയാക്കിയെങ്കിലും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്താലും എനിക്ക് അനന്തോ അതുപോലെ ഫീഡ്ബാക്ക് ഒക്കെ തരും. അത് മാത്രമല്ല, ഞാൻ ഏതെങ്കിലും സമയങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നിൻ്റെ അറിവൊന്നുമില്ല, യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ എപ്പോഴും അനന്തോ എന്നോട് ചോദിക്കും. അതുപോലെ എന്തെങ്കിലും കണ്ടന്റ് ഐഡിയ ഉണ്ടെങ്കിൽ അത് തരും. ഇവരിപ്പോൾ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചാനലിൽ ഇപ്പോൾ ഒരു എരയാണ് അനന്തു അല്ലേ. എപ്പോഴാണ് വാ വീഡിയോ എടുക്കാമോ, ഇത് ചെയ്യും ഓണമൊക്കെ വാ കപ്പിൾ ഔട്ട്ഫിറ്റ്സ് അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ഭാവത്തിന് ശല്യപ്പെടുത്തു കേട്ടോ. അത് മാത്രമല്ല 15 ദിവസം തിരുവനന്തപുരത്താണെങ്കിൽ ബാക്കിയുള്ള ദിവസം എൻ്റെ കൂടെ വന്ന് റീൽസ് എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ് അനന്തുവിൻ്റെ ഇപ്പോഴത്തെ പരിപാടി അല്ലേ. അപ്പൊ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന അനന്തു തുറക്ക്. ഓക്കെ, പാതി അമ്മയ്ക്ക് തുറക്കാൻ കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ഒരു കഥയുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഏത് സമയത്തും വീഡിയോ എടുക്കാൻ നേരത്ത് അമ്മ അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയും. കാരണം പാത്രം മുട്ടുക, മിക്സി തുറക്കുക, അതുപോലെ ചേച്ചിമാരോട് വർത്താനം പറയാം. അമ്മേനോട് ഞാൻ അമ്മയെ മിണ്ടല്ലാന്ന് വീഡിയോ എടുക്കട്ടെ, ഏറ്റവും കൂടുതൽ മിണ്ടാണ്ടിരുന്ന് സഹായിച്ചേക്കണം അമ്മ കേട്ടോ. അത് മാത്രമല്ല, വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് കയറിയില്ലെങ്കിൽ എടി സബ്സ്ക്രൈബേഴ്സ് കയറണല്ലോ വീഡിയോ ഇടും. അതുപോലെ എന്താണ് വീഡിയോ ഇടാത്ത കമന്റിൽ പിള്ളേർ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടല്ലോ, നീ ഇതൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് അമ്മ സപ്പോർട്ട് ചെയ്യണതാണ്. അമ്മ പകുതി അമ്മ. സെറ്റ്, ബാക്കി പകുതി അമ്മയും തുറന്നിട്ടോ. അപ്പൊ ഇനി ഫോൺ തുറന്ന് കാണിക്കണത് അമ്മുവും ചേട്ടനും കൂടി ആട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നണു. ഇതാണ് നമ്മളുടെ 16 Pro Max. അമ്മ എങ്ങനെയുണ്ട്? എടുത്തു നോക്ക്. ഡിസ്പ്ലേ താഴെ എടുക്ക് നോക്ക്, എടുക്ക്. ഇങ്ങനെ എടുക്കുള്ളീന്ന്, ഇങ്ങനെ ജസ്റ്റ് കയ്യിലേക്ക് കമത്ത്. കളർ എന്താ കളറ്? പീലൈ വെല്ലി. കണ്ടോ? ഇതാണ് നമ്മളുടെ പറയടി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പോയി 16 റൂമിലോട്ടാണെങ്കിലും ഈ വീട്ടിലോട്ടായിട്ട് വന്നതാണ്. ഐശ്വര്യ ഈ മുത്ത്. എങ്ങനെയുണ്ട് കളർ? ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക്? വൈറ്റ് അടിപൊളി.
പറ. ഞാൻ ആദ്യം വൈറ്റ് എടുത്തു. സിൽവർ നൈസ് ആയിട്ടുണ്ട് സൈഡില്. വൈറ്റിന് ഇതുവരെ എടുത്തിട്ടില്ല നീ. എനിക്ക് ഒരു OnePlus 6 ഉണ്ടായിരുന്നു എനിക്ക് വൈറ്റ് ഷെയ്ഡ്. പേൾ വൈറ്റ് എനിക്കറിയാം. അങ്ങനെ അതതിന്റെ വയറമ്മ കണക്ട് ചെയ്യണ വയറാണ്. പിന്നെ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണത് 12 Pro Max ആട്ടോ. അത് വന്നിട്ട് ഒരു ഗോൾഡ് ഷെയ്ഡാ. നമ്മളുടെ സെയിം ഇപ്പോഴത്തെ ഡെസേർട്ട് ടൈറ്റാനിയം ഇല്ല, അതിനോട് ഒരു പൊടിക്ക് വ്യത്യാസമുള്ളൂ. ജസ്റ്റ് ഡെസേർട്ട് ടൈറ്റാനിയത്തിന്റെ മാറ്റാണ്, അതുപോലെ നമ്മുടെ ഗ്ലോസി ആട്ടോ, ആ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഞാൻ വൈറ്റ് ഓപ്റ്റ് ചെയ്തേ കേട്ടോ. കാരണം എനിക്ക് പുതിയൊരു ഫോൺ കൈ കിട്ടിയ ഫീലൊന്നും ഉണ്ടാവില്ല, സെയിം പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ എന്റെ 12 Pro Max കുട്ടന്റെ ഞാൻ പറഞ്ഞില്ല ഡെസേർട്ട് ടൈറ്റാനിയമായിട്ട് വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളത്. ഇതാട്ടോ കളറ്, നോക്ക് ഏകദേശം സിമിലർ ആണ് നമ്മുടെ കളറ് ആണ്. അല്ല ഇത് വൈറ്റ്, ഇത് ഡെസേർട്ട് ടൈറ്റാനിയം, ഏകദേശം ഒരു പൊടിക്കും കൂടി ഡാർക്കാന്നല്ലോ ഡെസേർട്ട് ടൈറ്റാനിയം. അങ്ങനെ ഒഫീഷ്യലി നമ്മളുടെ അമ്മുക്കുട്ടി ഐഫോൺ യൂസർ ആയിട്ടുണ്ട്. വെൽക്കം ടു ഐഫോൺ ഫാമിലി. എന്റെ പൊന്നെ, ഈ ജനിക്കാത്ത കുഞ്ഞിന് കവറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കവർ മേടിച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. ഇന്നലെ മുതൽ ഞാനൊന്ന് ടീസ് ചെയ്തോണ്ടിരിക്കണ, ഞാൻ വിൽക്കും ഈ ഫോൺ, ഞാൻ വിൽക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കേസിന്റെ പൈസ കൂടി വേണം. വലിയതേ എങ്ങനെ ഐഫോൺ അമ്മൂന് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ കുഞ്ഞ് അൺബോക്സിങ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒഫീഷ്യലി ഇത് ഹലോ എന്നൊക്കെ പറഞ്ഞ് കണ്ടാലല്ലേ നമ്മുടെ അല്ലേ ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ അൺബോക്സിങ് ആവുള്ളൂ. കണ്ടോ, ഇപ്പൊ വരും ഐഫോണിന്റെ സിമ്പല്, ആപ്പിളിന്റെ സിമ്പല്, അതുപോലെ എവിടെ വരൂ, ഹലോ വരൂ, ഇപ്പൊ വരും. ജസ്റ്റ് വന്നിട്ട് അപ്പൊ അടിച്ചു പോണല്ലേ, അടിച്ചു പോയി ഗൈസ്. ഹലോ ഹലോ. അതെ വേണ്ടാ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫോൺ വേണേ എനിക്ക് കുറച്ചിന് ബാക്കി സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ പറ എല്ലാവരുടെ അഭിപ്രായം. ഇഷ്ടപ്പെട്ടോ ഫോൺ? ഇഷ്ടപ്പെട്ടോ അല്ലേ? നല്ല ഫോണാണോ അമ്മ? പറ. എനിക്ക് വളരെ ഉചിതമായ തീരുമാനമായിട്ട് എനിക്ക് തോന്നി. ഉചിതമായ തീരുമാനമായിട്ട് തോന്നി. ഇഷ്ടപ്പെട്ടാ? വൈറ്റ് ഇഷ്ടപ്പെട്ടാ? നല്ല ലുക്ക് ഉണ്ട് കാണാൻ വൈറ്റ്. ചേട്ടനെ വൈറ്റ് ആയിരുന്നു, ഭയങ്കര ലുക്ക് ഉണ്ട് കാണാൻ. എന്തോ ഇഷ്ടപ്പെട്ടാ? ഒരുപാട് വീഡിയോസും ഇതൊക്കെ എടുക്കാറുണ്ട് നമുക്ക്. പൊളിക്കും നമ്മള്, തകർക്കും നമ്മള്. ട്രിപ്പ് പോണേ ഫോൺ കൊണ്ടിട്ട് ഞങ്ങള് പോണ്ട് ട്രിപ്പ്. കൊണ്ടുപോകും, ട്രിപ്പ് കൊണ്ടുപോകും നമ്മള്. ഞാൻ ഇനി എടുക്കണില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞ് സന്തോഷമുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു അൺബോക്സിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലേ മാം? പറയുമ്പോ എന്തൊക്കെ ചെയ്യണ്ടേന്ന് അവരോട് പറ. ലൈക്ക്, ഷെയർ ചെയ്യാ. ഇനി എവിടെ ചെയ്തേക്കാട്ടോ, അതൊക്കെ ചെയ്തേക്കാം, തട്ടിക്കുടിങ്ങി പറഞ്ഞുള്ളൂ. അപ്പൊ ഫോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റ് ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹാർട്ട് സിമ്പിൾ ഇടണേ. ബൈ ഗൈസ്.